ഭയങ്കര പഠിപ്പാണല്ലോ. ഈ പഠിപ്പൊന്നും വന്നിട്ട് പേപ്പറിൽ കാണുന്നില്ലല്ലോ. എന്താ അമ്മ അങ്ങനെ പറഞ്ഞ? എടി നിന്റെ ഈ പഠിപ്പും ട്യൂഷൻ പഠിപ്പും ഒക്കെ കഴിഞ്ഞാലേ 100 കിട്ടണം. എനിക്കല്ല A+ കിട്ടിയില്ല അമ്മ. A+ വലിയ സംഭവമായി പോയി. A+ കിട്ടാൻ ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി. ഞാൻ ട്യൂഷന് പോയതുകൊണ്ടാ അമ്മ A+ കിട്ടിയത്. ഒന്നുമല്ല, നിനക്ക് ആ പിള്ളേരുടെ കൂടെ ചുറ്റി തിരിഞ്ഞ് നടക്കണം. അതിനാണ് നീ പോണേ, എനിക്കറിയാടി. അയ്യോ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ. പിന്നെ എനിക്കറിയാത്തല്ലേ എന്റെ മോളെ. ഡീ, നിന്നോട് ആ ട്യൂഷൻ സാർ എന്തെങ്കിലും പറഞ്ഞ? എന്തെങ്കിലും പറഞ്ഞാന്ന്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ എന്നോട് അയാള് പറഞ്ഞു. അമ്മയോട് എന്താ പറഞ്ഞ? നീ ട്യൂഷൻ ഫീസ് കൊടുത്തില്ലെന്ന്. അപ്പൊ അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ലേ? അതെന്താന്നാ മോളെ, ഇന്നലെ അമ്മ അവിടെ നോട്ട് അടിച്ചായിരുന്നല്ല, പക്ഷെ ഉണങ്ങിയില്ലടി. ദേ അവിടെ വച്ചിട്ടുണ്ടോ, ഒന്ന് പോയി നോക്കി എന്റെ മോള് ഉണങ്ങിയാന്ന്. നാളെ ഇനി സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നാണം കെടുത്തു. അമ്മ എന്താ ശരിക്കും കൊടുക്കാഞ്ഞ? ഒരൊറ്റക്ക് ഇഴുക്ക് വെച്ചിട്ട് ഞാൻ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയില്ലടി പെണ്ണെ, പിന്നെ എവിടുന്ന് കൊടുക്കാനാണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ ട്യൂഷന് പോകണ്ടാന്ന് വെക്കാം. അയ്യടി, അവള് കാത്തിരിക്കുവായിരുന്നത്. മുട്ടുകോള് അടിച്ച് ഇവിടെ ഇടും ഞാൻ. പോയി പഠിച്ചു വല്ല ജോലി ഉണ്ടാക്കിക്കോണം. ഇനിയിപ്പൊ അയാൾക്ക് ഇവിടുന്ന് പൈസ കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കണത്. അമ്മേ, പറ. എന്റെ സ്കോളർഷിപ്പിന്റെ പൈസ ഇല്ലേ, അതെടുത്തടക്കാം. കൊറേ നാളായി ഷിപ്പ് വന്നു തുടങ്ങിയിട്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. ഇന്ന് എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ പോയി ATM നോക്കിയിട്ട് വരാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. എന്നാ അമ്മ പോയി റെഡി ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് ATM പൈസ എടുത്തിട്ട് മാഷിന് കൊടുത്തിട്ട് വരാം. അമ്മേ, 1000 രൂപ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്തോണ്ട് വാ. പക്ഷെ ഇല്ല. നീയല്ലേ പറഞ്ഞ വന്നിട്ടുണ്ടെന്ന്. അതല്ല അമ്മേ, നോക്കിയേ, 532 രൂപ ബാക്കി എവിടെ? അപ്പൊ ഇപ്പൊ എന്തോരം പൈസ പോയി? അത് 468. 468 രൂപ കാണാനില്ലേ? പോയി നോക്കടി, അവിടെ എങ്ങാനും ഉണ്ടാവും. അവിടെ ഒന്നും ഉണ്ടാവില്ല, ATM മെഷീനല്ലേ. എന്നാലും ഇത്രയും പൈസ ഇത് എവിടെ പോയി? പിന്നെ എന്താണ് പ്രശ്നം? അല്ല, ഇവളുടെ സ്കോളർഷിപ്പിന്റെ 1000 രൂപയെ ഇതിലുണ്ടായി, പക്ഷെ കുറച്ച് പൈസ കാണുന്നില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അതിന് നിങ്ങടുത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എന്തൊരു ഭ്രാന്താണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ പോയി ചോദിക്കും, അതാണ് നല്ലത്. ബാങ്കിൽ ചോദിച്ചാൽ കിട്ടോടി? ചോദിച്ചോക്കാം. എന്നാ പിന്നെ നടക്കും, എന്തും കാണാൻ നിക്കണേന്. സാർ, അതാണ്. അതെ, മോളുടെ സ്കോളർഷിപ്പ് പൈസ വന്ന 1000 രൂപയെ, പക്ഷെ അക്കൗണ്ടിൽ നിന്ന് 468 രൂപ കാണുന്നില്ല. എന്താണ്? ഇവളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, സ്കോളർഷിപ്പ് വന്ന അക്കൗണ്ടേ. ശരി, അതിൽ 1000 വരേണ്ടത്. പക്ഷെ ഇപ്പൊ ATM പോയി നോക്കി, അപ്പൊ അതിൽ നിന്ന് 468 രൂപ കാണാനില്ല. അങ്ങനെ വരാൻ പറ്റില്ല. അക്കൗണ്ട് നമ്പർ പറയും. സുലോചന അല്ലേ? ഞാനാകെ പേടിച്ചു പോയി, നിങ്ങളുടെ 4 ജില്ലാ രൂപ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ. ഇത് കേസ് എന്താറിയോ, നിങ്ങൾ ഇവിടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത കാരണേ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്ത് പോണാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ കാശ് അങ്ങനെ പോയിട്ടുള്ളതാണ്. സാറാ, അതെങ്ങനെ ശരിയാവും? ഇവളുടെ അക്കൗണ്ടിലെ പൈസ ഇവളോട് ചോദിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കണേ? എന്ത് കഷ്ടം, നിങ്ങൾ ബാങ്കിലാണ് വന്നിരിക്കുന്നത്, ഓർമ്മ നിങ്ങൾക്ക്? ആ ബാങ്കിലാണ്, ബാങ്കിൽ ഇവളുടെ അക്കൗണ്ടിലാണല്ലോ സ്കോളർഷിപ്പ് വന്നത്. അത് ഇവളോട് ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ എടുക്കണത്? നിങ്ങളുടെ പേരെന്താണ്? മണ്ടോതിരി. മണ്ടോതിരി അമ്മ, നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഇവിടെ ഇട്ട പൈസ ഞങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടുവന്നല്ലോ, ബാങ്കിൽ ഇട്ട പൈസ അല്ലേ? അതല്ലേ ചോദിക്കണേ, ഇവർക്ക് ഫീസ് കൊടുക്കാനുള്ളതാണെന്ന്. അതാണ് പറയണത്. ഇവിടെ ഫീസ് കൊടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ബാങ്കിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾ ട്രാൻസാക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാത്ത കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഫൈനായിട്ട് നിങ്ങളെ പൈസ കട്ട് ചെയ്ത് പോയതാണ്. സാർ എന്ത് പറഞ്ഞാലും എനിക്ക് ആ 468 രൂപ കിട്ടണം. നിങ്ങൾക്ക് നാളെ ഈ ജാതി 1000 ഉറുപ്പിക ഇട്ടിട്ട് 450 പോയതിന്റെ കണക്ക് പറയാനായിട്ട്. എന്നൊരു കാര്യം ചെയ്യും, ആ 468 സാറതാ. ഈ ജാതി ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ സാറിന് അത് പൊള്ളും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എന്ന് പറയുമ്പോ ഞങ്ങൾക്കും പൊള്ളും. സാറിന് തരാൻ പറ്റുമോ? പൈസ എന്റെ മണ്ടോതിരി മേഡം, നിങ്ങൾ പറയും കേക്ക് ഇവിടെ 100 കൂട്ടം പണി എനിക്ക് നിങ്ങളുടെ 450 കണക്ക് നോക്കിയിരിക്കലല്ലേ എനിക്ക് ഇവിടെ പണി. അപ്പൊ തരാൻ പറ്റൂല. എവിടെ നിന്ന് തരണി ഞാൻ? അത് മേടിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കാശ് ഞാൻ കട്ടുകൊണ്ടേതാണ്. അതറിയണല്ലോ. വേറെ 100 കൂട്ടം പണിയെടുക്കണം ഇവിടെ. അതിന്റെ അടുത്ത് 450 ഉണ്ണി ഇതെവിടെയാണ്? ഈ കഴുതൊക്കെ ഷൂട്ടിംഗ് ആണ് വലുത്. നമ്മുടെ മനുഷ്യന്റെ തല മുടിഞ്ഞിരിക്കുകയാണ്, അതിന് പോയിരിക്കുകയാണ്. സിനിമ ഷൂട്ടിംഗ് നടക്കണം. ഒരു വരങ്ങട് ഒരു അന്തം ഒന്നുമില്ലാത്ത ആൾക്കാരെ കയറ്റി വിടുകയാണ് മാനേജറിന്റെ ക്യാബിനിലേക്ക്. മതിനി എന്താ ചെയ്യണ പണിന്ന് കൂടി മറന്നു പോയി. വലിയ അടുങ്ങറായി വിട്ട് ബാബു. 1.5 മണിക്കൂറോ ഞാൻ ATM-ന്റെ മുന്നിൽ കിടന്ന് തിരിഞ്ഞൽ ചെയ്യും. ഇത് ഏടെ പോകാനുണ്ടത്? അല്ല പൈസ വാങ്ങിട്ടായിരുന്ന പൈസ ഇട്ട് പൈസ ഓൻ പൈസ ഇടാത്തതിന് മുമ്പ് തന്നെ ഞാൻ ATM പോയി കുറെ നേരം നോക്കി. അപ്പോഴൊന്നും വന്നില്ല. പിന്നെ അവൻ വിളിച്ചാൽ ഞാൻ തപ്പ ഇട്ടിക്കണ് ഈ ധൈര്യമായിട്ട് നോക്കിയോന്ന്. പിന്നെ ഇങ്ങോട്ട് പോയി. അതല്ല എനിക്ക് അറിയാത്ത 3000 റുപ്യ ഓൻ ഇട്ടെന്ന് അറിഞ്ഞത് 1.5 മാസമായി ഓൻ്റെ അടുത്ത് കടം പേടിച്ചിട്ട്. അങ്ങനെ ഓനോട് പറഞ്ഞിട്ടാണ് ഇന്ന് പോട്ട് ഇട്ട പൈസ കാണുന്നില്ല അറിഞ്ഞാൽ ഇത് എവിടെ പോകണ്ടാണ് ശരിക്കും? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല എങ്ങടാ പോണെന്ന്. ഇനിയിപ്പോ എന്താ കാട്ടു പോകുക? ബാങ്കിലൊന്ന് പോയാലോ? ഞാൻ ബാങ്കിൽ ഇപ്പൊ ആദ്യം ഹോസ്പിറ്റലിലെ കാര്യം നടക്കണ്ടേ? കാരണം ഇടങ്ങേറെ ആടെയാണെങ്കിൽ ഒരുപാട് മരുന്നിനും ടെസ്റ്റിനൊക്കെ എത്തിയിട്ട് പെണ്ണുങ്ങൾ കാത്തിക്കുക. എന്റെ അടുത്തപ്പോ ഞാൻ കാട്ടുക. ഈ ഒരു വഴി പറയും, എന്റെ അടുത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടാവൂ. എന്ന് തിരിച്ചു നിങ്ങള്? ഞാൻ ഒരാഴ്ചന്റെ ഗ്യാപ്പിൽ തരാം. 3 ദിവസത്തിനുള്ളിൽ കിട്ടോ? ഞാൻ അടുത്ത് മറിച്ചിട്ട് തരാം, എടുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതും വീട്ടിലുള്ളതും കൂടി കൂട്ടിട്ടെ 135 രൂപ മതി, ഞാൻ തരാം. 110 റുപ്യ ഇതിന് മൂക്കിൽ വലിക്കാനാ? ഓൺലൈനിൽ തരാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചൊരു 3000 റുപ്യ തരുമായിരിക്കുന്നേക്ക്. 3000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടിടാൻ പറ്റില്ല, വേറെ ആരുടെ കൂടെ. ബാബു ഒരു എന്തെങ്കിലും വഴി പറഞ്ഞോണ്ടേ. വഴി ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ ബാങ്കിലേക്ക് പോകാൻ നിൽക്കണ്ട. ആ ഫോൺ എടുത്തിട്ടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും ബാങ്കില്, ഓരെ വിളിച്ചാലോ? ഓർണൊന്ന് വിളിച്ചു നോക്ക് എന്താ അവസ്ഥ അറിയാലോ. വിളിക്ക്, ഇപ്പൊ തന്നെ വിളിച്ചോ. ബാങ്ക് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. 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 ഞങ്ങളുടെ സേവനങ്ങൾക്കായി 1 അമർത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി 2 അമർത്തുക. 2. സംശയ നിവാരണത്തിനായി 3 അമർത്തുക. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചതിന് നന്ദി. നന്ദി. എന്റെ നമ്മൾ ഉപയോഗിച്ച പറയാത് 1, 2, 3 പഠിപ്പിച്ചില്ലേ, അതിനായിരിക്കും നന്ദി. എന്തൊരു കഥയാണ്. അതാ മെസ്സേജ് നോക്ക്, ഉണ്ടോ? അപ്പൊ വിളിച്ചിട്ട് കായ് പോയതുണ്ടോ? ഉള്ള കായ് അങ്ങനെയും പോയി. എന്തിട്ട ഇതിന്റെയൊക്കെ നിലപാട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസ പോയത് പക്ഷെ എന്തൊരു ഇടങ്ങറ്. ഇനിയിപ്പോ എന്താ കാട്ടപ്പോ നോക്കാം. ഇപ്പൊ ബാങ്കിൽ പോയി ചോദിക്കുക, അപ്പൊ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ, തിരിച്ചു കിട്ടും, കാര്യം നടക്കണ്ടേ. അവിടെ പോയി നേരിട്ട് എടുക്കാനല്ലോ, എഴുതി കൊടുത്താൽ പോലെ. എഴുതി കൊടുത്താൽ മതിയാവും. ഇജ്ജ് പോരണോ? പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വിശക്കണത്. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. എന്തൊരു കഥയാണ് റബ്ബേ. അസ്സലാമു അലൈക്കും. ഹലോ ബോസ്, എണ്ണത്തെ കുമ്പിട്ടിക്കണ്. അസ്സലാമു അലൈക്കും. മാനേജറല്ലേ? ബാങ്കിലെ മാനേജറല്ലേ? ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. എന്താണ് കാര്യം? ശരിക്കുള്ള മാനേജർ ലീവാ. നിങ്ങളുടെ ആവശ്യം എന്താണ് അത് പറയും. കംപ്ലൈന്റ് പറയാനാണ്. പറഞ്ഞോ. നമ്മളെ ഒരു മൊയ്തു എന്റെ അമ്മായിമ്മ സുഖയിലാണ്ട കാസലിറ്റിയിലാണ്. ശ്വാസമുട്ടലൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഈ പറഞ്ഞോളി. അതൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമല്ലോ. അല്ല അതിലേക്കാ പോണേ. അപ്പൊ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടേ. കാര്യത്തിലേക്ക് പ്രശ്നം എന്താണ്? അപ്പൊ സുക്കൂർ, നമ്മളെ ചെങ്ങായി സുക്കൂറിന്റെ ഓഎനിക്ക് കുറച്ച് കായ് കടം തരാണ്ടേ. അപ്പൊ ഓനോട് ഞാൻ ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോ ഒന്ന് കായിടാ ഈ ATM എടുത്തോന്ന് പറഞ്ഞു എന്നോട്. ഇപ്പോഴത്തെ കുഴപ്പം എന്താണ്? ഇപ്പത്തെ കുഴപ്പം എന്താ വെച്ചാല് ഓൻ കായ് ഇട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. രാവിലെ കുറെ ഞാൻ പോയിട്ട് ATM നോക്കി, ATM കിട്ടിയില്ല. അവസാനം ഓൻ പറഞ്ഞു ഇപ്പൊ ഇട്ടിക്കണ് ഈ എടുത്തോന്ന് പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞ് ഞാൻ കാർഡ് ഇട്ട് എടുത്തപ്പോ അതിന്റെ അകത്ത് കായില്ലാന്ന്. അങ്ങനെ ഓട്ടെന്ന് പറഞ്ഞ് നമ്മള് എടുക്കുമ്പോ കായില്ലാന്ന് എഴുതി കാണിക്കുക. അതെന്താ അങ്ങനെ വരുന്നത്? പേര് മൊയ്തു MC. അക്കൗണ്ട് നമ്പർ പിന്നെ 26 അവസാനത്തെ 26 17 30 26 17 30 എന്താ പാത്തുക? അല്ലോ അത് പെണ്ണുങ്ങളുടെ. എന്റെ പറഞ്ഞുതരാം ഒറ്റ മിനിറ്റ് ഇവിടെ ഉണ്ട്.
16 000 16 00 അത് 00 വെട്ടിക്കളി ഇതെന്താ നിങ്ങൾ തമാശ പൂജ്യം പൂജ്യം. പണി കിടക്കുന്നത് 00 മായ്ച്ചാളി അതല്ല 00 അല്ല അത് മായ്ച്ചാളി അവിടെ തട്ടാണ് കീബോർഡ് കൊള്ളു നിങ്ങൾ മായ്ക്കാൻ പറഞ്ഞ നിങ്ങൾ മായ്ക്കില്ല പിന്നെ ഞാണ്ട് മായ്ച്ചപ്പോ എറാറാക്കരുത് എന്തൊക്കെ കാണിക്കുന്നത് അത് ശരിയാക്കി എറാക്കിയ ശരിയാക്കാൻ അറിയില്ലേ കുറച്ച് നീ ഇതിൽ കാര്യം പറഞ്ഞാൽ ഞാൻ ചെറുതാ 16 ഒരു 0 ഉള്ളേ നിനക്ക് ഒരു മിനിറ്റ് തമാശ അതിന്റെ മുകളിലൊക്കെ കൊണ്ടത് കൈയിട്ട് തട്ടിട്ട് പറയും 16 0 16 00 00 ഇല്ല ഒരു 0 ഉള്ളൂ 16 0 99 1 അതിൽ നോക്കി അതിലുണ്ടാവും ആ ഇല്ലേ മൊയ്തു മൊയ്തു എത്ര കായ് നോക്കി എത്ര കായി എന്ത് 638 628 ഈ 638 റുപ്യയിലിട്ടാണ് നിങ്ങൾ 3000 എടുക്കാൻ നോക്കിയത് അല്ല ഈ 3000 ഇട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കൂലേ അതിന്റെ നോക്കി നിങ്ങള് അതിവിടെ നിങ്ങൾ ഇട്ട പൈസ ഉണ്ടെങ്കിൽ കാണുന്നത് അതാ നോക്കി അതാ കണ്ടോളൂ ഇതാ 3000 റുപ്യ വന്നിട്ടുണ്ട് ഇവിടെ എത്ര മണിക്ക് അത് 1 മണിക്കാണ് ഒരു മണി പോയി ഈ 3000 രൂപ പോയി 3000 രൂപ എവിടെ പോകാനാണ് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ചേർന്നിട്ടേ ഒരു പോക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇതൊരു ബാങ്കാണ് ഇവിടെ ട്രാൻസാക്ഷൻ നടക്കണം എന്നിട്ട് അതാണ് നിങ്ങളുടെ 3000 റുപ്യ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് അതും നോക്കി ഇരിക്കല്ല ഞങ്ങളിവിടെ ഒന്നില്ലെങ്കിൽ മിനിമം ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിന് സർവീസ് ചാർജ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും സർവീസ് ചാർജ് കട്ടായ ഇപ്പൊ നിങ്ങളെ പൈസ ഇവിടെ ഫണ്ട് ഉണ്ടായിരുന്നില്ല ക്യാഷ് വന്നു പറഞ്ഞാൽ സർവീസ് ചാർജ് കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തു മുഴുവൻ എടുത്തു മുഴുവൻ എടുത്തു അതാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ബാക്കി എത്രയുള്ളതെന്ന് പറഞ്ഞ് അതിന്റെ ബാക്കി ഇപ്പൊ 638 റുപ്യ ഉണ്ട് എന്തൊരു കഷ്ടാണ് റബ്ബേത് അയ്യോ ഇതെന്താ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ് ഇതെന്താ നിങ്ങൾ ATM കാർഡ് ഇട്ടിട്ട് ചീട്ട് കളിച്ചിരിക്കുകയാണ് മുഷിയല് എന്ത് സംഭവം 67 പ്രാവശ്യമാണല്ലോ നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ചിരിക്കണം മനുഷ്യ പ്രാന്താണ് നിങ്ങൾക്ക് ഇതെന്താ നിങ്ങൾ നോക്കി കായിണ്ടോ നോക്കിയതാണ് 67 പ്രാവശ്യം കിട്ടണ്ടേ ഞാൻ പറഞ്ഞില്ല അമ്മായിമ്മ ആശുപത്രി കിടക്കല്ലേ മരുന്ന് മേടിക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇവരോട് പൈസ ഇടാൻ പറഞ്ഞ് ഞാൻ വന്ന് നോക്കണത് 11 മണി മുതൽ ഞാൻ എന്റെ മുമ്പിലാ നിങ്ങൾ ഈ നിൽക്കുന്നവർക്ക് വേറെ ക്യൂല ആളൊന്നും ഉണ്ടായിരുന്നില്ല 67 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോ അല്ലേ ഇനി അവിടെ ആരും ഉണ്ടായില്ല നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം എന്താണ് അതാ കേട്ടോളൂ 5 പ്രാവശ്യമാണ് മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയമോ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണ സർവീസ് ചാർജ് അങ്ങോട്ട് കൊടുക്കണം ബാങ്കിന് പഠിച്ച റബ്ബ് എത്ര ആയി എത്ര കാര്യമാണെങ്കിൽ അത്ര 67 പ്രാവശ്യം ഇട്ട് വലിച്ചിരിക്കുകയാണ് അതിനൊക്കെ വായി പോവും പിന്നെ അല്ലാണ്ട് എന്തടങ്ങറാണ് ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ എഴുതി തുടങ്ങാക്ക അതിന്റെ മുന്നില് എന്തിനെ പിന്നെ മലയാളത്തിൽ വേറെ എഴുതി വെക്കണത് ഈ കാർഡ് അപേക്ഷിക്കുമ്പോൾ കുറെ ഫോമൊക്കെ അവിടെ ഒപ്പിട്ട് കൊടുക്കണല്ലോ അതൊക്കെ ഇംഗ്ലീഷിലല്ല മനുഷ്യൻ ഇത് ആർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണത് സാധാരണക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയ കഷ്ടട്ടോ ഇതൊക്കെ നിങ്ങൾ എൻക്വയറിയിൽ പോയി അന്വേഷിക്കുക അല്ലാതെ ഇവിടെ മാനേജറിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തിക്കുന്നായിരിക്കും കാര്യം പിന്നെ അവിടുത്തെ ചോദിക്കുമ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാനാണല്ലോ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കാണാതെ എന്ന് പറഞ്ഞ അതിനല്ലേ ഞാൻ നോക്കിയത് എന്തായാലും എല്ലാം കൂടി അലാക്കിന്റെ അവലും കഞ്ഞ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ എന്നിട്ട് ഓളെ വിളിച്ച് ഏതോളെ കസ്റ്റമർ കെയറിൽ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ അവരോട് വർത്താനം പറയണേ ഓളെ വിളിച്ചപ്പോൾ അത് വേണമെങ്കിൽ 1 കുത്തി മറ്റേ പണി 2 കുത്തി എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ച് പിരാന്ത് വന്നിട്ട് ഞാൻ മൊബൈലായിട്ട് ഓഫാക്കിയപ്പോ മെസ്സേജ് വന്നിട്ട് അതിനും പോയിക്കണ് കായിന്ന് ഇതെങ്ങനെയാ പോവല് നിങ്ങൾക്ക് തമാശ കളിക്കാനാണ് കസ്റ്റമർ കെയർ അത് ശരിയാ പോക്ക് തമാശ കളിക്കാം 1 കുത്തി 2 കുത്തി എന്ന് അറിഞ്ഞിട്ടില്ലേ അത് കമ്പ്യൂട്ടറാണ് വേറെ വിവരക്കേട് പറയല്ലേ ഇനിയിപ്പോ നമ്മളിവിടുന്ന് എണീറ്റാൽ ഈ കുത്തിരുന്നതിനുള്ള ചാർജ് ഈടാക്കും നിങ്ങൾ ഈ നിലയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചാർജ് ഈടാക്കേണ്ടി വരും അത്രയ്ക്ക് പണി ചിറ്റിക്കണം നിങ്ങൾ അത് ചെയ്യും നിങ്ങള് അതിലപ്പുറം ചെയ്യും വല്ലാത്ത ദ്രോഹമാണ് സാറേ നിങ്ങൾ സാധാരണ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് കാണിച്ചത് ഞങ്ങള് പിന്നെ അല്ലാണ്ട് ദ്രോഹല്ലേ അത് വിവരക്കേട് പറയാം ശരി ഞാൻ പറഞ്ഞൊക്കെ മറന്നാളി നിങ്ങൾ എല്ലാം മാറ്റാളി ഒരു 3000 രൂപ ലോൺ കിട്ടും എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടോ നിങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നേരില്ല എനിക്ക് നിങ്ങളെ ബാങ്കിലേക്ക് കടത്തി വിടാനുള്ള സംസ്കാരം ഇല്ല എനിക്ക് തരൂല നിങ്ങൾ എനിക്ക് പോവാൻ നോക്കി പോവാണ് മനുഷ്യനെ പക്ഷെ നിങ്ങൾ സാധാരണക്കാരെ വിഷമങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അമ്മായിമക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കായ്ക്ക് നടക്കണേ അതൊക്കെ ഓർത്തോളി നിങ്ങൾക്ക് കൊണ്ട് പെരയിൽ അമ്മായിമൊക്കെ ഒന്ന് ഓർത്താൽ മതി സാധാരണക്കാരെ വിഷമം മനസ്സിലാക്കണോ കിട്ടിയ കായ് മുഴുവൻ പിടിച്ചു വെച്ചോളി നിങ്ങൾ എല്ലാം പിടിച്ചു വെച്ചോളി കൊണം പിടിക്കൂല നിങ്ങളെ ബാങ്ക് ഇടിച്ചു മാറ്റി വീഴും നിങ്ങളെ ബാങ്ക് നോക്കിക്കോളി ആ ലാക്കില് ബാങ്ക് വെച്ചിക്ക ഉണ്ണിയല്ല മണ്ണുണ്ണി എന്താ ഈ ജാതി ആൾക്കാർ എവിടുന്ന ശീതള അതെ നമ്മുടെ മന്മോഹൻ സാർ ഇവിടെ കാത്തിരിക്കുകയാണ് എന്തായാലും ലോണിന്റെ കാര്യം എന്ത് പ്രശ്നം താനൊരു കാര്യം ചെയ്യാൻ സാധനമായിട്ട് പോവാ അല്ല സാറേ പിന്നെ എന്റെ വൈഫിന്റെ പേരിൽ ഞാൻ നേരത്തെ ഇവിടുന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ ഒരു 3-4 ഗഡുക്കൾ പെൻഡിങ് ഉണ്ട് കേട്ടോ അയ്യോ അതുകൊണ്ട് എന്തെങ്കിലും അത് പ്രശ്നമാണ് അപ്പൊ നമുക്ക് ലോണ് പാസ്സാക്കാൻ പറ്റില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ തന്നെ FD-യിൽ ഒരു 80 ലക്ഷം ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അതങ്ങ് വലിക്കാം അത് വെക്കണ്ട
അത് ഇളക്ക് വേണ്ട, അത് അവിടെ കിടക്കട്ടെ. അല്ല അപ്പൊ പിന്നെ നമ്മുടെ ഈ പെൻഡിങ് ഉള്ള ലോണിന്റെ പെൻഡിങ്ങില് അതൊരു കാര്യം ചെയ്താൽ മതി. അത് സാറ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശായിട്ട് അങ്ങനെ അടച്ചു തീർത്താൽ മതി. അപ്പൊ ഈ ലോൺ സാങ്ഷൻ ആക്കാതെ പ്രശ്നമൊന്നും ആവില്ല? ഇല്ല, അതിപ്പോ ഞാൻ സൈൻ ചെയ്താൽ മതിയല്ലോ. അത് മതി അല്ലേ? ആ, പക്ഷെ അത് അടച്ചു തീർക്കണമെന്നേ ഉള്ളൂ. ഓ എന്റെ സാറേ, സത്യം പറയാലോ, സാറിന് മുമ്പ് ഒരു മാനേജർ ഇവിടെ ഇരുന്നു, ഒരു മുരടൻ, വെറും മുരടൻ. ആൾക്കാരോട് ഇടപെടാനും അറിയില്ല, നമുക്ക് ഇങ്ങോട്ട് വരാനേ തോന്നില്ലായിരുന്നേ. അത് പീതാംബരൻ സാറ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, പഴയ ആളാണ്, എല്ലാ നിയമവശങ്ങളും അറിയാം, എന്നെ പോലെ അല്ല. എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിക്കണം. സാറിന് ഇപ്പൊ ഇവിടുത്തെ ഒരു വക അറിയില്ലെങ്കിലും സാറിന് മനുഷ്യന്റെ അടുത്ത് ഇടപെടാനോ, അതാണ് വേണ്ടത് സാറേ, അത് വേണം. ആ വാ. നമസ്കാരം. ഓ നമസ്കാരം. എന്താ ചെയ്തില്ല, എന്താ പ്രശ്നം? അല്ല സാറോ, വേറെ ഒന്നല്ല, സാറിന്റെ വൈഫ് ഇതിന് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓ, അതിനൊരു 6 months ഡ്യൂ ഉണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അത് സാറ് ഇടയ്ക്കിടയ്ക്ക് അടച്ചു തീർത്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ജോയിന്റ് ആണല്ലോ. അത് എന്റെ ഭാര്യയല്ലേ, ഒരു പ്രോപ്പർട്ടി. അതെ. അല്ല, ഞാൻ ചോദിക്കണം അതല്ല, ഇതിപ്പോ ഈ ഡ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോൺ പാസ്സാക്കാൻ പറ്റില്ല, അതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ സാറിന്റെ റിസ്കിൽ അത് സൈൻ ചെയ്ത് ലോൺ പാസ്സാക്കാം. ആ, അത് മതി. പക്ഷെ സാറിന്റെ റിസ്കിലാണ് അത് ചെയ്യുന്നത്. ആ, എന്താ ജോലിയെ ബാധിക്കും സാറിന്റെ വർക്കിനെ. അല്ല സാറേ, അതിപ്പം സാറിന്റെ ജോലിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ റിസ്ക് എടുത്ത് അത് ചെയ്യണ്ട. ഞാൻ 80 ലക്ഷം ഫിക്സഡ് അതിഞ്ഞോട്ട് ഞാൻ. അത് വേണ്ട, അത് ഇളക്ക ചെയ്യരുത്. അത് ഇളക്കി ആകെ പ്രശ്നമാണ്, ചോദ്യങ്ങളൊക്കെ വരും. ഞാനൊരു കാര്യം, ഞാൻ ഇത് സൈൻ ചെയ്തേക്കാം കേട്ടോ. ഇതിപ്പോ ഈ പെൻഡിങ് ആയെന്ന് പറയുമ്പോ ഞാന് പിന്നെ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തോണ്ടല്ല, മനഃപൂർവ്വം അടയ്ക്കാത്തത്. കാരണം ഈ GST പ്രശ്നമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അടയ്ക്കാന്ന് വെച്ചിട്ടാ കേട്ടോ. നമ്മുടെ എത്ര വർഷമായിട്ട് ഈ ബാങ്ക്. അതുകൊണ്ട് വേറെ പ്രോബ്ലം ആയിട്ടില്ല സാറേ, ജനുവിറ്റിയിൽ പ്രോബ്ലം ആയിട്ടല്ല. അത് ഒരു കുഴപ്പമില്ല, ചെയ്തല. ഒരു കാര്യം ചെയ്യാം, എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരി. ആയിക്കോട്ടെ. ശരി, കർക്കശക്കാരനല്ലേ? ഒരു കുഴപ്പമില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം. അതല്ലേ? ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചെന്ന് ചോദിക്കണതാ. പക്ഷെ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഇവിടെ മാനേജറായിട്ട്. പിന്നെ ഈ സാറിനോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാതിരിക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല വലിയ തുകയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ വരണുണ്ടെങ്കിൽ അവരെ മെല്ലെ എൻ്റെ ഫിനാൻസിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കാം. സാറിന് ഞാൻ അതിന്റെ വേണ്ട രീതിക്ക് ചെയ്യാം. എന്റെ പൊന്ന് സാറേ, എനിക്ക് ഈ വക പരിപാടികളൊന്നുമില്ല, എനിക്കിതൊക്കെ പേടിയാണ്. പേടിയാണെങ്കിൽ വേണ്ട, സാറിനും കൂടെ ഗുണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഗുണമേ എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നാ പിന്നെ സന്തോഷം. ഓക്കെ, സന്തോഷം. പിന്നെ സാറേ, വല്ലപ്പോഴും ഒക്കെ ഈ ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു വെക്കട്ടെ. എപ്പോഴും അയാൾ ആശ്രയിച്ചിരിക്കരുത് കേട്ടോ.